ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചിയിലെ നമ്പർ 1 സലൂണായ ബ്യൂട്ടി ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പറഞ്ഞപോലെ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ എപ്പോഴും പോണിറ്റെയിലൊക്കെ കെട്ടി മടുത്തു. അപ്പോൾ ഒരു ഹെയർ കട്ട് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഏജിലൊക്കെയാലും നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് അവിടുത്തെ വിശേഷം കാണാം, കൂടാതെ നമ്മുടെ ചേഞ്ചും കാണാം. എത്തിയിട്ടുണ്ട്. ഇവിടെ അലയൻസ് റെസിഡൻസിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ബ്യൂട്ടി ഫാക്ടറി എന്നാണ് ആകാശം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ഒരു 2 ഇയർ മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അന്ന് ആ ബിൽഡിങ്ങിലായിരുന്നില്ല ബ്യൂട്ടി ഫാക്ടറിയുടെ ഷോപ്പ്. അപ്പൊ ഇപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ബോർഡുണ്ട്, ഒരു സിഗ്നേച്ചർ ബോർഡ് വെച്ചിട്ടാണ് ബ്യൂട്ടി ഫാക്ടറി കാണുന്നില്ലേ. ബ്യൂട്ടി ഫാക്ടറിയുടെ ആരും ഇത് അങ്ങോട്ടേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കാം. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു. what is the location? മറൈഡൊക്കെ ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഷിപ്പൊക്കെ ആണെങ്കിലും സൂപ്പർ ആംബിയൻസ്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഷോപ്പ് ഇവിടെ അല്ലെങ്കിലും ഇത്തവണ പൊളിച്ചു ആകാശ്. അമേസിങ് ആയിട്ടുണ്ട്. നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വന്നതെങ്കിലും ഒരു ബർത്ത്ഡേയും കൂടെ നമുക്കിപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ദിവ്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ എന്റെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഞാനൊരു 2 ഇയേഴ്സ് മുമ്പ് ഞാൻ ആക്ച്വലി ഇത് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ ബ്യൂട്ടി ഫാക്ടറി വന്നിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പിന്നെയും പിന്നെ ഇങ്ങോട്ട് വരാൻ മാത്രമുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് ബ്യൂട്ടി ഫാക്ടറി നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു 2 ഇയർ കഴിഞ്ഞിട്ട് പോലും ഞാൻ ഫ്രണ്ട്സിനാണെങ്കിലും സജസ്റ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഇവിടെ വന്നതും ആകാശിനെ കോൺടാക്ട് ചെയ്തത് പോലും എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. ആകാശിനെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഇതിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ ചോദിക്കാം. ഫൈനലി ഞാൻ ആകാശം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്റെ ഹെയറിന്റെ നമുക്ക് എന്ത് മേക്ക് ഓവർ ആണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. ആക്ച്വലി ഇല്ലേ നമ്മളിപ്പോ ചെയ്യുന്നത് ഈ ഹെയർ ഷോൾഡർ ലെയറിൽ നിന്ന് താഴെ ആക്കി ഒരു ഭംഗിയാക്കുന്നു. ഒരു പെർമനന്റ് മേക്ക് ഓവർ ഹെയർ സ്ട്രക്ചർ ഉണ്ട് മേക്ക് ഓവറിൽ. എന്നിട്ട് ഒരു പെർമനന്റ് മേക്ക് ഓവർ ആക്കാം. നെക്സ്റ്റ് ഒരു വീക്കോ 2 വീക്കോ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിന് കളറും കൊടുത്തിട്ട് പ്രോട്ടീൻ കൊടുക്കാം. ഓക്കെ ഓക്കെ മാം, ശരി ശരി. ഇപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ ഹെയറിന്റെ മേക്ക് ഓവർ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു പെർമനന്റ് ട്രീറ്റ്മെന്റ് ആണ് നമ്മളിപ്പോ എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഞാനിപ്പോ ഇവിടെ ഒരു 4 hours സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ റെഗുലർലി വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പൊ ആകാശിന്റെ ഇവിടുത്തെ സ്റ്റാഫിന്റെ ഒക്കെ ബിഹേവിയർ ആണെങ്കിൽ പോലും എല്ലാവരോടും ഒരേപോലെ ഓൺ ടൈമിലൊക്കെ ചെയ്യാൻ പറയുന്നതെന്ന് പറയുന്നത് വലിയ കാര്യം. നമ്മൾ ഭയങ്കര നമ്മളൊന്നും അറിയിട്ടാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ടൈം പോകുന്നത് നമുക്ക് അറിയേയില്ല. പിന്നെ ഇന്നാണെങ്കിൽ പോലും ഞാനൊരു റെഫറൻസ് പിക്ക് ജസ്റ്റ് കാണിച്ചിരുന്നു ആകാശിനെ. എക്സാക്ട് അതുപോലെ തന്നെ വന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആയെങ്കിലും പക്ക ഇപ്പൊ ഒരു ബാക്കി ഫുള്ള് കണ്ടപ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് ആയത്. ഇനിയിപ്പൊ എത്ര താങ്ക്സ് വന്നാലും മതിയാവില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാനാണെങ്കിൽ പോലും നമുക്ക് നല്ല ട്രസ്റ്റി ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 100% ഹാപ്പിയാണ് ഇപ്പോ. അതുകൊണ്ട് തന്നെ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കും ബ്യൂട്ടി ഫാക്ടറി സജസ്റ്റ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.